ന്യൂ തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ 4 സീറ്റേ ഉള്ളൂ. പപ്പ ഇവിടെ തനിച്ചാക്കി പോകണ്ടടാ. മുത്തശ്ശനെ എപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോയാലും അപ്പോൾ ഉറക്കുക. എടാ അങ്ങനെ ഞാൻ കളിയാക്കാതെടാ, എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ഡെയിലി 4 ഷോ കാണുമായിരുന്നു. മുത്തച്ഛൻ എന്താ സിനിമ ഓപ്പറേറ്റർ ആയിരുന്നോ? നീ അവൻ പറയുന്നത് കേൾക്കണ്ട, എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും. മാമി ഇവിടെ ഉറക്ക വിളി ഇരിപ്പുണ്ടാ? എന്തിനാ? അതായിരിക്കും മുത്തശ്ശനെ ഉറക്കി കിടത്തിട്ടെന്നൊക്കെ സെക്കൻഡ് ചോദിക്കുക. കൊള്ളാലോ. എന്നതാടി മോളെ അവൻ പറയുന്നത്? അതെ, മഹാഭാരത സീരിയൽ മുത്തച്ഛന് വെച്ചു കൊടുക്കാൻ പറഞ്ഞതാ. അത് നീ അങ്ങനെ കണ്ടാൽ മതി. മിനി ആ കാന്താരം ഒന്ന് കൂടി ഇട്ടേ. കാന്താരം കാണാതെ അളിയൻ ഉറക്കം വരത്തില്ലെന്ന്. പല്ലുപൊട്ടം പോലെ ആ ഡൈനിങ് ടേബിളെ കുറെ ഗുളികയിരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് കിടക്കാന്നോ? നീ അങ്ങനെ എന്നെ കിടത്താൻ നോക്കണ്ട. ഇവിടെ തീർക്ക മൊബൈലും കുത്തി പിടിച്ചോണ്ടിരിക്കാതെ സമരപ്പന്തലിൽ പോയി നോക്കണം. അങ്കിളിന് നല്ലൊരു പണി ഞാൻ കൊടുത്തോളാം. ഹലോ, ഞാൻ BLO. ഞാൻ MLM മട്ടുപ്പറമ്പിൽ ലാലപ്പൻ മാധവൻ MLM. ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാനും പിന്നെ നിങ്ങളിവിടെ സ്ഥിരം താമസക്കാരൊക്കെ ആണോ എന്ന് നോക്കാൻ വന്നതാണ്. പിന്നെ ഈ ഒരു ഫോമും ഫില്ല് ചെയ്യണം. ഈ ഗോപാലൻ നായരെ ഒന്ന് വിളിക്കാമോ? വിളിച്ചാൽ വരൂല. എന്താ? ഇല്ല, എവിടെ പോയി? സ്വഭാവം വെച്ച് നോക്കിയാ നരകത്തിലായിരിക്കും. അതെന്റെ ഫാദറിലോ ആള് മരിച്ചുപോയി. എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടല്ലോ. ഉണ്ടാവും, മരിച്ചവരെ പോലും വോട്ടിപ്പിക്കുന്ന കാലമാണല്ലോ ഇപ്പം. ഈ സജീവൻ ആരാ? ഓവർസിയറാ. അത് നിങ്ങളാണോ? ഞാനല്ല. എന്നാൽ അധികം ഓവറാക്കണ്ട, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. നിങ്ങളാരാ അവിടുത്തെ? വകയിലൊരു അമ്മാവനായിട്ട് വരും. എന്നാൽ വകയിൽ ഒരു മാവൻ അങ്ങ് മാറിയില്ലേ? ചേച്ചി ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മോളുടെ കല്യാണത്തിന് പോവാ. ഞങ്ങളെ റഷ്യയിൽ പുട്ടിനപ്പൻ്റെ ആണ്ടിന് പോവാ. നിങ്ങൾ നോക്കാം. തൊപ്പിക്കാരൻ കുറച്ച് നാളായിട്ട് പണി കൊടുക്കണം എന്ന് ചോദിച്ചു. അതെ അതെ, പണി എന്ന് പറഞ്ഞാൽ 18ൻ്റെ പണിയായിരിക്കണം. മിനിയുടെ വീട്ടിലെ ആ മുടിയൻ ചക്കനെ കയ്യിലെടുത്ത കാര്യം എളുപ്പമായി. ഈ വരത്തന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്കിട്ട് പണിത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതിനിപ്പോൾ എന്തൊരു വഴി? അതിനൊരു വഴിയുണ്ട്. അത് സൂപ്പർ ഐഡിയ. ഐഡിയ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ചെലവുണ്ട്. 200 ഞാൻ ഇട്ടേക്കാം. 200 അവിടെ നിൽക്കട്ടെ. പോലീസുകാരെ അകത്തിടാണ്ട് ജാമ്യം എടുത്ത വക ചെലവേ നിന്റെ വക. അപ്പൊ എന്നാ എങ്ങനെ ആയിക്കോട്ടെ, ഇന്ന് സോഡിൻ ടച്ചൻസ് എന്റെ വക. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അതെ, 8 കഴിഞ്ഞു. പോടാ പോടാ, ബീറിക്കും. ആ ഭാഗം കുളം, ഇത് പുഴ, സെറ്റപ്പ്. അപ്പൊ അതെ, ഒരു 2 ലക്ഷം രൂപ വെച്ച് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന 6 ഏക്കർ അങ്ങ് സ്വന്തമാക്കും. ഉത്തമ, അത് ഗ്രീൻ സോൺ ആണോ റെഡ് സോൺ ആണോ? എന്റെ ചങ്ങാതി കണ്ടറിയാൻ പാടില്ല, പച്ച പതച്ച് കിടക്കണത് ഗ്രീൻ സോൺ. പൊട്ടുവോ? സാധനം കൊടുക്കും, ഞാൻ പൊട്ടിക്കാം. അതല്ല, ഉരുള് പൊട്ടുവോന്ന്. ഇയാൾ ഉരുളും കതിനും പൊട്ടിക്കാൻ വന്നാണോ? സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നല്ലേ? ഇത് മേടിച്ച അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാനാ, ഇതുപോലെ തന്നെ ഇരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ നിൽക്കുന്ന ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. സന്ധ്യയോടടുത്ത് ഇവിടെ പല ജീവികളും ഇറങ്ങാറുണ്ട്. അയ്യോ, ഈ സ്ഥലം എനിക്ക് വേണ്ട. അയ്യോ എന്റെ സഹോദരൻ, ഇതിനൊരു കുഴപ്പമില്ല. ഈ ചെറുക്കൻ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വെറുതെ കടമുണാന്ന് പറയണാണെന്ന്. സന്ധ്യക്ക് ഇവിടെ പല ജീവികൾ ഇറങ്ങുന്നല്ലേ പറയുന്നത്. സന്ധ്യ താമസം മാറിയ പിന്നെ ഇവിടെ ഒരു ജീവി ഇറങ്ങാറില്ല. പണ്ട് ഞാനൊന്ന് ഇറങ്ങി, നാട്ടുകാരെന്നെ കൈയോടെ പൊക്കി, അതോടെ ആ പ്രശ്നം തീർന്നു. ഇത് നല്ല സ്ഥലം, അടിപൊളി സ്ഥലമാ. എന്നാ ഒരു കാര്യം, നമുക്ക് അഡ്വാൻസ് കൊടുക്കാം. വീട്ടിൽ പോടാ ഓടാ. സാറേ, ഈ പച്ചപ്പരവതാനി പോലെ കിടക്കുന്ന ഈ 6 ഏക്കർ സ്ഥലം സെന്റിന് വെറും 1.5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ കച്ചവടാക്കി തരും. ഇവിടെ കിണർ കുത്തിയാ വെള്ളം കിട്ടുമോ? കിണർ കുത്തിയ വെള്ളം അല്ലാണ്ട് സ്വർണം കിട്ടുമോ? അത് നമ്മുടെ ഉത്തമേട്ടനല്ലത് ആണല്ലോ. ഇവന്മാരാ സ്ഥലം SIക്ക് കച്ചവടാക്കാനുള്ള പരിപാടിയാണ്. ആള് ഈ സ്ഥലം കച്ചവടാക്കാനുള്ള പരിപാടിയാണോ? എന്റെ നെഞ്ചത്തടിക്കോ? നമുക്ക് പാരാവോ? എന്താ ഉത്തമ, നെഞ്ചത്തടിയോ? അല്ല, അത് പിന്നെ ഈ ഈട്ടിത്തടി, തേക്കൻ തടി, പ്ലാവിൻ തടി, ആഞ്ഞിലിത്തടി എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ നെഞ്ചത്തടി എന്നൊരു അത്ഭുത വൃക്ഷം ഈ പറമ്പിലുണ്ടായിരുന്നു. അതിന്റെ തൈ ഇവിടെ എവിടെയോ ഒന്ന് കാലു മാറ്റിക്ക്. ഇവിടെ എവിടെയോ അതിന്റെ ഒരു തൈ ഉണ്ട്. അത്ഭുത വൃക്ഷോ? എന്നാ നമുക്കിത് കച്ചവടാക്കാം. ഉറപ്പല്ലേ? ഓ, അത് ശരി. ഓക്കെ ഓക്കെ, അത്ഭുത വൃക്ഷോ? ഓക്കെ ഓക്കെ ഓക്കെ.
മാമി ആ? നമ്മളെ തെക്കേ പറമ്പിന്റെ താഴെയുള്ള സ്ഥലമില്ലേ, ആ. അത് ഉത്തമമായിട്ട് വാങ്ങാനുള്ള എന്തോ കാര്യം ഞാൻ കണ്ടു. ആഹാ, അത്രക്കായാ? ആ, വിലയും പറഞ്ഞ ഞാൻ കേട്ടു. ആ, എന്നാ നമുക്കത് അങ്കിളിനോട് പറഞ്ഞിട്ട് മുടക്കാനുള്ള പരിപാടി തുടങ്ങണം. അതിന് അങ്കിൾ എവിടെ? അങ്കിളിനും പപ്പ ഇവിടെ കാണാനില്ലല്ലോ. എന്നാ താഴെ പറമ്പിൽ തന്നെ കാണും. വാ നമുക്ക് പോവാം. എന്നാ ഒരെണ്ണം കൂടെ ഒഴിക്കട്ടെ. മാധവ, നിന്റെ കാര കാഞ്ഞു പോകും, എന്നാ കൂമ്പ് വാടിപ്പോകുന്നു. അളിയൻ പണ്ട് കഞ്ഞോളത്തിൽ വോഡ്ക കലക്കി കുടിച്ച കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ പിന്നെ വേണ്ട, എന്നാ പിന്നെ ഒരെണ്ണം ഒഴി. ഒത്തും ഉപദേശം കൂടെ വേണ്ട. ഓഹോ, വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഈ പറമ്പിൽ വന്ന് കഴിക്കുന്നത്? വെറുതെ നാട്ടാറെ കൊണ്ട് പറയിപ്പിക്കാൻ. ഞങ്ങള് 90 അടിച്ചുള്ളൂ മോളെ. എത്ര അടിച്ചു? വെറുതെ ഏസണി കൂട്ടാടെ കിടക്കാം. ദേ, നമ്മുടെ തെക്കേ പറമ്പിന് താഴെയുള്ള സ്ഥലമില്ലേ, അതിന് ഉത്തമം വില പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെങ്കിലും മുടക്കണം. അങ്ങനെ ഉത്തമം കമ്മീഷൻ വാങ്ങിക്കണ്ട. അത് SI വന്ന് നോക്കിയതല്ലേ മോളെ, ആരെങ്കിലും വാങ്ങിക്കട്ടെ. ആര് മേടിച്ചാലും ഉത്തമനെ കൊണ്ട് വിൽപ്പിക്കരുത്. ആരാ ഈ SIയുടെ ബ്രോക്കർ? ആ രജീഷ് ചേട്ടനും കൂട്ടുകാരും കൂടെ അവിടെ വന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. ചിലപ്പോ അവരായിരിക്കും. ആ, അങ്ങനെയാണെങ്കിൽ ഉത്തമന്റെ കച്ചവടം നടക്കുകയില്ല. അവന്മാര് കാഞ്ഞു വിത്താ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കട്ടെ മോളെ, നമുക്കെന്താ. ആ, അയ്യോ, ഒരു പുണ്യാണ്. ഒരു രൂപക്കൂട് പണിത് തരട്ടെ. ആൻഡോ, അഡ്വാൻസ് കൊടുക്കണതിന് മുമ്പ് ഈ അതിർത്തിയാണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ദേ, ആ കാണുന്ന താഴ്വാരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് 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 ഈ തെങ്ങിന്റെ അവിടെ വന്നിട്ട് നേരെ ഇങ്ങനെ അങ്ങ് പോകും. ഇതെന്താ ഊർക്കാപ്പുറം? ഓർക്കാപ്പുറം താഴ്ചയാണെന്ന്. പിന്നെ താഴോട്ട് താഴ്ചയിലുണ്ട്. പിന്നെ എന്നാ വന്നെ? എടാ, റിസോർട്ട് പണിയാനായിട്ട് പൈലടിക്കാൻ കുഴി എടുക്കട്ടെ, പിന്നെ എന്നെ താഴ്ച കുഴപ്പം. എന്താ എന്റെ കാശ് പിടിക്കാൻ എന്നെ കുടിയതാക്കാണോ? എന്റെ ആൻഡോ, അറം പറ്റുന്ന വർത്താനം പറയല്ലേ. ഞാൻ അതിർത്തി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ദേ, ഈ തെങ്ങിന്റെ അവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഇതെങ്ങനെ നേരെ ഇങ്ങനെ വന്ന് 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 നേരെ ഇങ്ങനെ വന്ന് 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 നേരെ ദേ ഇവിടെ വന്ന് അങ്ങ് തീരും. ഇതെന്താ സർപ്പക്കാവോ? അയ്യോ, പറഞ്ഞ പോലെ ഇത് ഞാൻ കണ്ടില്ലല്ലോ. വെറുതെ അല്ല എന്റെ മേത്ത് പാമ്പിറ്റുന്ന സ്വപ്നം കണ്ടത്. ആ, അത് നീ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാത്തോണ്ടാ. ഉത്തമ, വേണ്ടാതെ ഞാൻ പറയരുത്. ഇപ്പൊ അനാവശ്യമായിട്ട് വന്നിട്ട് കാര്യമില്ല, നേരത്തെ ചിന്തിക്കണമായിരുന്നു. എന്തായാലും ഈ സർപ്പക്കാവ് എനിക്ക് വേണ്ട. എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും. എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ കച്ചവടം നിർത്തി. നിർത്തിയോ? ആ, ഉറപ്പാണോ? നിർത്തി. അങ്ങനെയാണെങ്കിൽ രാജവമ്പാലം നിന്റെ കഴുത്തെ ചുറ്റോടാ. ആ, ഉത്തമന്റെ കളി പാളി. അപ്പൊ ഈ സ്ഥലം SIയുടെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കാം അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഓക്കെ. അല്ല, ഈ പാർട്ടി എന്തിനു വേണ്ടിട്ടാ? നിങ്ങൾ ഈ സ്ഥലക്കച്ചവടത്തിൽ തൊഴിലായെന്ന് അല്ലാണ്ട് എന്തിനാ? അതാ ഉത്തമം കൊണ്ടുപോയി ചതിച്ചല്ലേ. ആ സർപ്പക്കാവിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യായി. ആ ഉത്തമനൊരു പിടി പിടിച്ചാണ്ടല്ലോ, പെരുമ്പാമ്പ് പിടിച്ച പോലെ പെട്ടെന്നൊന്നും പിടിവിടൂല. അത് നേരാ. SI സാറിന് ലെക്ക. ഉത്തമൻ 2.5 പറഞ്ഞെടുത്ത് ഞങ്ങൾ 1.5 ഒപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സാറിനെ കണ്ടില്ലല്ലോ. ആ, സാർ അങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല. സാറ് പറഞ്ഞെങ്കിലേ നിങ്ങൾ എല്ലാരും മൊബൈൽ എത്തി തരേണ്ടി വരും. അതിന് പിന്നെ ഒരു കഥയുണ്ട്. സാർ ഇതുപോലെ ഒരു പാർട്ടിക്ക് പോയപ്പോ ഒരു വൃത്തികെട്ടവൻ ഇതെല്ലാവരുടെ മൊബൈലിൽ പിടിച്ചു ഫേസ്ബുക്കിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. അതിൽ പിന്നെ സാർ മൊബൈലും എടുത്ത് വരില്ല. നിങ്ങൾ എല്ലാം മൊബൈലിൽ മാറ്റി വെച്ചേ. മൊബൈൽ കൊടുത്ത് സാറേ പോരട്ടോ, മൊബൈലെല്ലാം മാറ്റിയോ? ഓ ധൈര്യമായിട്ട് പോരാ, എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല സാറേ, എഗ്രിമെന്റ് എഴുതിയപ്പോ വേറെ ആളുടെ പേരിൽ എന്തിനാ എഴുതിയത്? സാറല്ലേ പൈസ മുടക്കണേ? എടാ, എന്റെ പേരിൽ എഴുതിയ ഈ കാശൊക്കെ എവിടെയാന്നുള്ള ചോദ്യം ഉണ്ടാവും. നാട്ടുകാരൊക്കെ മൊത്തം പറയുന്നത് ഞാൻ കൈക്കൂലിക്കാരനാണോ. എന്തായാലും സാറിന് സമയം നല്ലതാ. എങ്ങനെ നന്നാവാതിരിക്കും? കഴിഞ്ഞ ആഴ്ചത്തെ നക്ഷത്രഫലത്തിലേ എനിക്ക് രാജയോഗമാണെന്നാ. അതുകൂടാതെ ശത്രു മിത്രമായിട്ട് വരുമെന്നും ഉണ്ടായിരുന്നു. സാറേ, ആരാ? ഉത്തമനാ. സാറ് പറഞ്ഞത് ശരിയാ, ശത്രു മിത്രമായി വരും. നിന്നെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ പോയായിരുന്നു, അവിടെ നിന്നെ കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നീ ഇവിടെ ഉണ്ടാവും. നീ ഒന്നും പറയണ്ട. പാമ്പങ്കാട് കാണിച്ചെന്നിട്ടേ രാജവമ്പാല കൊത്തി ചാവെന്ന് പറഞ്ഞവനാണ്. പിന്നെ നീ എന്തിനാ എന്നെ അന്വേഷിക്കണേ? അല്ല, ഈ മിനിയുടെ അങ്കിൾ എന്താ ഉത്തമൻചാന്റെ കൂടെ? തെക്കും വടക്കും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. എടാ, ഇതിപ്പം മിനിയുടെ അങ്കിള് മാത്രമല്ല, എന്റെയും കൂടി അങ്കിളാ. അല്ല അങ്കിളെ? എടാ മക്കളെ, ഞാൻ അവർക്ക് വേണ്ടി എന്തിനാ കഷ്ടപ്പെട്ട? അവസാനം അവളെന്നെ ഇറക്കി വിട്ടു. വെള്ളം ഒഴിച്ചില്ലായിരുന്നല്ലേ? ഇനിയെങ്കിലും ഞങ്ങൾ പറഞ്ഞായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നോക്ക്. അതെ, ഒരു വേണ്ടി ഉറക്കപ്പുറന്ന് കിടക്കാം. റോട്ടിൽ കിടന്ന് പട്ടുകടി കൊണ്ട് ചാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. ഇല്ല, ഇനി ഞാൻ ഉത്തമന്റെ കൂടെ നിൽക്കുള്ളൂ. ഉറപ്പാണോ? ഉത്തമന്റെ വിജയത്തിനായേ നിൽക്കുള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണോടാ? ഒഴിക്കടാ മക്കളെ. എന്നാ അങ്ങോട്ട് ഒഴുക്കി.
ഒഴിച്ചത് ഞാൻ അടിക്കാം. നിനക്ക് ഞാൻ പറ്റിട്ടുണ്ട് കേട്ടാ.